കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ നല്ല പ്രഭാതത്തിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടുവാൻ സർവ്വശക്തൻ ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. ഒരിക്കൽ കൂടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹം അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളേവരും ഞങ്ങളുടെ സൗത്ത് കേരള സെക്ഷന്റെ മിഷൻ 7 നിങ്ങൾ ദൈവത്തിന്റെ വചനം ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുകയും ഒപ്പം ഞങ്ങളെ ഉടൊപ്പം സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായിട്ട് നമ്മുടെ ചിന്താവിഷയം പ്രകാരമാണ്: ദൈവകൽപ്പന അനുസരിക്കുവാൻ ഇസ്രായേൽ പ്രതിജ്ഞ എടുക്കുന്നു. സ്തോത്രം. ദൈവകൽപ്പന അനുസരിപ്പാൻ ഇസ്രായേൽ മക്കൾ പ്രതിജ്ഞ എടുക്കുന്നു. നല്ലൊരു വാക്യമാണ്, അല്ലെ? നല്ലൊരു വചനമാണ് നമുക്ക് ചിന്തിക്കാൻ പോകുന്നത്. തീർച്ചയായും നമ്മളൊന്ന് ഇസ്രായേൽ മക്കളോടൊപ്പം ദൈവത്തോടൊപ്പം നമ്മുടെ യാത്ര നടക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഇനി വേദഭാഗം നൽകിയിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 24-7 അവൻ നിയമപുസ്തകം എടുത്ത് ജനം കേൾക്കെ വായിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെ ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ നിർദ്ദേശങ്ങളിൽ പ്രകാരം ഉടമ്പടി അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തം, നിയമത്തിന്റെ സ്ഥിരീകരണത്തിനായുള്ള ഒരുക്കങ്ങൾ എല്ലാം കഴിഞ്ഞിരിക്കുക. അത് നമ്മൾ ചിന്തിക്കുമ്പോൾ പുറപ്പാട് 24 മുതൽ 8 വരെ നമ്മൾ വായിക്കുമ്പോൾ ഒരു പൂർണ്ണ രൂപം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നിർദ്ദേശങ്ങളിൽ പ്രകാരം ഉടമ്പടി ദൈവത്തിന്റെ സ്ഥിരീകരണത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പന അനുസരിക്കുവാൻ ഇസ്രായേൽ മക്കൾ പ്രതിജ്ഞ എടുക്കുന്നതായ ദൈവിക വചനങ്ങളെ കുറിച്ചാണ് നാം കേട്ടതായ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ജനങ്ങൾ ഇവിടെ ദൈവത്തിന്റെ വ്യവസ്ഥകൾ സ്വീകരിച്ചു അംഗീകരിച്ചിരിക്കുക. മോശ മുഖാന്തരം ക്രിസ്തു പറഞ്ഞതായ വാക്കുകൾ ഒരു പുസ്തകത്തിൽ എഴുതുന്നു. അത് മോശ സർവ ജനവും കാങ്കെ അത് വായിച്ചു കേൾപ്പിക്കുന്നു. വായിച്ചു കേട്ടപ്പോൾ ജനം പറഞ്ഞു, യഹോവ കൽപ്പിക്കുന്നൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യാം, അനുസരിക്കും എന്ന് അവർ ഉടമ്പടി ചെയ്യുകയാണ്. അപ്പോൾ ദൈവവും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും തമ്മിൽ ഉടമ്പടിയെ സാദൃശ്യീകരിക്കുന്നതായിരുന്നു ഈ വ്യവസ്ഥകളല്ല, അല്ലെങ്കിൽ നിയമങ്ങളല്ല. മാത്രമല്ല, വ്യവസ്ഥകൾ സ്പഷ്ടമായ ജനത്തിന് മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. കുറവ് വരരുത്, മാറ്റങ്ങൾ വരരുത്, എല്ലാം സ്പഷ്ടമായി എഴുതണം. ഇസ്രായേൽ മക്കള് അനുസരിക്കണം, കേൾക്കണം, പാലിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞ അതേ വാക്കിൽ നിന്ന് മോശ ഒരു പുസ്തകത്തിൽ എഴുതുന്നു. അത് ജനം കേൾക്കെ അത് വായിച്ചു കേൾക്കുകയാണ്. വാസ്തവത്തിൽ അവർ വളരെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവർ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ യഹോവ കൽപ്പിക്കുന്നൊക്കെ ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം എന്ന ഒരു വാഗ്ദത്തം അല്ല ഉടമ്പടി ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ വീണ്ടും ചിന്തിക്കുമ്പോൾ എല്ലാ വ്യവസ്ഥകളോടുമുള്ള അവരുടെ യോജിപ്പിന് തീരുമാനം ആവശ്യപ്പെട്ടപ്പോൾ ഓരോ കടമയും അനുസരിക്കുന്നതിന് അവർ ഏകഘട്ടമായി സമ്മതിച്ചു എന്നുള്ളതാണ്. എല്ലാവരും ചെയ്യുന്നു. വായിച്ച് കേട്ടതായ ഈ നിയമം അവർ ഏകഘട്ടമായി അംഗീകരിച്ചു എന്നുള്ളതാണ്. കാരണം ആരാ പറഞ്ഞിരിക്കുന്നത്? യേശു ക്രിസ്തുവാണ് നിയമം നൽകുന്നത്. അത് അവർ എന്ത് ചെയ്യുന്നു? സാഷ്ടാംഗം വീണ് നമസ്കരിച്ചുകൊണ്ട് ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം എന്ന് അവർ പൂർണ്ണ മനസ്സോടെ സമ്മതിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമ്മളിവിടെ കാണുകയാണ്. വാസ്തവത്തിൽ ദൈവകൽപ്പന അനുസരിക്കുന്നതിന് അവർ നേരത്തെ തന്നെ സമ്മതിച്ചിരുന്നു. നിയമത്തിന്റെ തത്വങ്ങൾ ഓരോന്നായി വിശദീകരിക്കപ്പെട്ടു. നിയമം അനുസരിക്കുന്നതിൽ എന്തൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് അവർ അറിയേണ്ടതിരുന്നു. പ്രത്യേകം നിർവചിക്കപ്പെട്ട നിയമവ്യവസ്ഥകളെല്ലാം അവർ എന്ത് ചെയ്തു? അംഗീകരിക്കുവാൻ കാരണമായി തീർന്നു. അപ്പൊ നിസ്സാരമല്ല ദൈവത്തിന്റെ വാക്കുകൾ. കൽപ്പന എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന് നിസ്സാരമല്ല. ശക്തമായ ദൈവത്തിന്റെ ഒരു താക്കീത് പോലെ, ഒരു എന്താ പറയുക, ഒരു ഓർഡർ ഇതുപോലെയാണ്. അത് മനുഷ്യൻ ആരും തിരിച്ചറിയാൻ കഴിയത്തില്ല. കാരണം ജനത്തിന്റെ കഷ്ടപ്പാടും വേദനകളും മാത്രമാണ് ഇസ്രായേൽ മക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരോട് ദൈവം പറഞ്ഞ വാക്കുകൾ മോശ അവർ അറിയിക്കുന്നു. അവർ ഏകണ്ഠമായി പറയുന്നു, ഞങ്ങൾ അനുസരിച്ചു കൊള്ളാമെന്ന് പറയുന്നു. അതവര് പൂർണ്ണമായി അംഗീകരിക്കുവാൻ ഇടയായിത്തീർന്നു. പക്ഷേ ഈ മോശ ഈ പുസ്തകത്തിൽ എഴുതുവാനുള്ള കാരണം എന്താണ്?
അത് പിന്നെയും എന്ത് ചെയ്യണം? പരിശോധിക്കുവാൻ ഇടയായി തീരണം. തെറ്റുകളൊന്നും അതിൽ വന്നുകൂടാ, വാക്കുകൾക്ക് പിഴവ് വന്നുകൂടാ. പകരം എന്താണ്? വീണ്ടും അത് പരിശോധിക്കുവാൻ ഇടയായി തീരണം എന്ന് കണ്ടതുകൊണ്ടാണ് ഒരു പുസ്തകത്തിൽ ഈ വേദപുസ്തകം തന്നെയാണ്. പല ആളുകളും, പല പ്രാസംഗികന്മാരും, പല പുരോഹിതന്മാരും പല രീതിയിലൊക്കെ പ്രസംഗിക്കുന്നുവെങ്കിലും അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിന്റെ ശക്തമായ വചനം പ്രസംഗിച്ചപ്പോൾ ബെരോവയിലെ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു? പൗലോസ് പ്രസംഗിച്ചത് ശരി തന്നെയോ എന്ന് അറിയാൻ വേണ്ടി അവരെന്ത് ചെയ്തു? ദൈവത്തിന്റെ വചനം അവര് ദിനം പ്രതി പഠിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തികളിലൂടെ മനസ്സിലാക്കാൻ. ഇതുപോലെയാണ് ദൈവകൽപ്പനയെ കുറിച്ച് പറയുമ്പോഴും പ്രസംഗിക്കുമ്പോഴും അത് ഈ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ, അത് ശരിയാണോ എന്ന് നാം എന്ത് ചെയ്യണം? ഒരാത്മവിചിന്തനം നമ്മള് അല്ലെങ്കിൽ ആത്മപരിശോധന ചെയ്യേണ്ടതും അത്യന്താപേക്ഷിതമാണ്. ഇവിടെ ദൈവത്തിന്റെ വ്യവസ്ഥ അനുസരിച്ചെങ്കിൽ ഇസ്രായേലിൽ ഒരു പ്രായോഗിക ക്രിസ്ത്യാനികളാകുമായിരുന്നു, അല്ലെ? പൂർണ്ണമായി അവര് അനുസരിച്ചിരുന്നുവെങ്കിൽ ലോകമല്ല ഒരു പ്രായോഗിക ക്രിസ്ത്യാനികളാകുമായിരുന്നു. അവർ സന്തുഷ്ടരാകുമായിരുന്നു, അവർ വലിയൊരു സമ്പത്തുള്ളവരായി തീരുമായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചറിയാമോ? അവർ ദൈവത്തിന്റെ വഴികളെയാണ് അവർ അനുഗമിച്ചത്. അവരുടെ പ്രാകൃത ഹൃദയങ്ങളുടെ ഇഷ്ടത്താലല്ല അവർ പിന്തുണമായിരുന്നത്. ദൈവത്തിന്റെ വചനങ്ങളെ തെറ്റായി മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും തെറ്റായി ഉപയോഗിക്കുന്നതിനും മോശ അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് മോശ ഒരു പുസ്തകത്തിൽ എഴുതിയത് തെറ്റായി എന്ത് ചെയ്ത് വ്യാഖ്യാനിക്കരുത്, തെറ്റായി ചിന്തിക്കരുത്. ദൈവം പറഞ്ഞ വാക്കുകള് തെറ്റായി ചിന്തിക്കരുത്, തെറ്റായി വ്യാഖ്യാനിക്കരുത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനങ്ങൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ ദാസന്മാർ വേദപുസ്തകത്തിലൂടെ നമുക്ക് എഴുതി വച്ചിരിക്കുന്നത്. ഇത് ജനങ്ങൾ കേട്ടപ്പോൾ അവിടെ ഒരു യാഗം കഴിച്ചു, യാഗരക്തം തളിച്ചു, യാഗരക്തം ജനത്തിന് മേൽ തളിച്ചു. ഈ യാഗരക്തം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയുടെ അമൂല്യമായ ഒരു സമ്പത്തായി തീരുവാൻ വേണ്ടി മോശ അത് ചെയ്യുവാനിടയായി തീർന്നു കഴിഞ്ഞു. ഇവിടെ പുറപ്പാട് 27-ാം വാക്യം വായിക്കുമ്പോൾ യഹോവ കൽപ്പിച്ചതൊക്കെ ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ യഹോവയെ അനുസരിക്കുന്നത് പറഞ്ഞപ്പോൾ പിന്നെ ജനത്തെ യഹോവയ്ക്കായി മുദ്ര ചെയ്തു. യഹോവയ്ക്ക് അവിടെ യാഗം കഴിക്കപ്പെട്ടു. യാഗത്തിന്റെ ഒരു ഭാഗം യാഗയുടെ മേൽ തളിച്ചു, കുറെ എടുത്ത് ജനത്തിന് മേൽ തളിച്ചു. യേശു ക്രിസ്തുവിന്റെ ആ കൃപ ജനത്തിന് മേൽ പകരുവാനിടയായി. പ്രിയ ദൈവമക്കളെ, നമുക്ക് ദൈവകൽപ്പന അനുസരിക്കുവാൻ ഇസ്രായേൽ പ്രതിജ്ഞ എടുത്തതുപോലെ നമുക്കും ഒരു പ്രതിജ്ഞ എടുക്കാം. അനുകൂല തെറ്റാതെ അനുസരിക്കുന്നതിലൂടെ യേശു ക്രിസ്തുവിനേക്കാൾ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. ആ ഒരു കൃപ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ആ കൃപ പ്രാപിച്ചുകൊണ്ട് നമുക്ക് വലിയൊരു സമ്പത്തുള്ള ദൈവമക്കളായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക. താഴെ ഈ സ്ക്രീനിൽ കാണുന്നതായ ഫോൺ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഏത് പ്രാർത്ഥനാ വിഷയങ്ങൾക്കും പ്രാർത്ഥിപ്പാനായി ദൈവത്തിന്റെ ദാസന്മാർ സന്നിഹിതരാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ കേട്ട വിജയത്തിനായിട്ട് ദൈവത്തിന്റെ വചനങ്ങൾക്കായിട്ട് നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെടുന്ന നല്ല ദൈവമേ, ഈ മനോഹരമായ നല്ല പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം. ലഭിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അനുസരിക്കുന്നതിലൂടെ അത് ഇസ്രായേൽ മക്കൾ പ്രതിജ്ഞ എടുത്തതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടവരായിരിക്കുക. ഞങ്ങൾ അനുസരണത്തോടുകൂടെ ദൈവത്തിന്റെ വിലപ്പെട്ട സമ്പത്തുള്ള ഒരു ദൈവപൈതലായി തീരുവാൻ, കർത്താവിന്റെ സ്വർഗത്തിലെ അംശികളായി തീരുവാൻ ഞങ്ങളേവരെയും അതിനായി അനുഗ്രഹിച്ച് ആശീർവദിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സകലവും താഴ്മയായി കെഞ്ചുന്നു. കേൾക്കണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.